സിനുജി, ഈ പ്രവചനങ്ങളുടെ ഒരു കാലമാണ്. പ്രവചനങ്ങൾ പലതും ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നേരത്തെ ഒരു ബാബ വാങ്കെ, ബൾഗേറിയൻ മന്ത്രവാദി, അവരുടെ പടമൊക്കെ കണ്ടിട്ട് വല്യമ്മ ഇങ്ങനെ ചുരുണ്ടൊക്കെ കൂടി. അപ്പോൾ അവരിങ്ങനെ പറയുന്നതൊക്കെ ശരിയാവുന്നുണ്ട്. അവർ മരിച്ചതിന് ശേഷം ചില കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ പുറകോട്ടുള്ളത് പലതും ശരിയായിട്ടുള്ളത് കൊണ്ട് അതും ശരിയാവും എന്ന് പറഞ്ഞ് അത് നോക്കിയിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പം ഒരു പ്രൊഫസർ, ചൈനക്കാരൻ, അപ്പോൾ ഈ ചൈനക്കാരനായതുകൊണ്ട് പുള്ളി പറയുന്നതെന്ന് പറഞ്ഞാൽ അമേരിക്ക ഇറാൻ സംഘർഷം തുടങ്ങി അതൊരു യുദ്ധത്തിലേക്ക് കലാശിച്ചാൽ അവസാനം അമേരിക്ക തോക്കും എന്നുള്ള രീതിയിലേക്കാണ് സംസാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവചനം ഇതുവരെ അദ്ദേഹം ഈ ട്രംപിനെ പറ്റി പറഞ്ഞിട്ടുള്ളതും അല്ലെങ്കിൽ എടുത്തിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിയായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യവും ശരിയാകുമോ എന്നുള്ള ഒരു ആശങ്കയിൽ. പിന്നെ ഇതിനകത്ത് രണ്ടാമത് വേറെ കാര്യമുണ്ട്. ഇത് ചൈനയാണ് പറയുന്നത്. ചൈനയ്ക്കകത്തുള്ള ആൾക്കാരുടെ ഒരു താല്പര്യമുണ്ട്. ആ താല്പര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അമേരിക്കയ്ക്ക് അനുകൂലമായിട്ടുള്ള താല്പര്യമല്ല. ഇനി എത്ര ജയിക്കുന്നവനാണേലും മുമ്പോട്ട് പോകുന്നവനാണേലും അങ്ങോട്ട് പോകില്ലേ, അവിടെ അപകടം ഉണ്ടെന്ന് പറയുമ്പോൾ എത്ര ധൈര്യശാലി ആണെങ്കിലും അവനൊരു മാനസികമായിട്ടൊരു പ്രയാസം ഉണ്ടാകത്തില്ല. അപ്പം അങ്ങനത്തെയുള്ള ഒരു വർക്കൗട്ടൊക്കെ ഇതിനകത്തുണ്ടോ എന്ന് അറിയത്തില്ല. ഏതായാലും നേരത്തെ അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ട്രംപ് രണ്ടാമതും വരും, അല്ലെങ്കിൽ മത്സരിക്കും, വീണ്ടും പ്രസിഡന്റ് ആവും, രണ്ടാമത്തെ മത്സരത്തിൽ അയാൾ തോറ്റുപോകും, ഇനിയും അങ്ങനെയൊക്കെ പറഞ്ഞതെല്ലാം ശരിയായിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് അയാൾ ആധികാരികമായിട്ട് കണക്കുകൾ നിരത്തി അല്ലെങ്കിൽ കാരണങ്ങൾ നിർത്തി ചരിത്രങ്ങൾ ആ രീതിയിലാണ് പറയുന്നത്. അപ്പൊ അതിനകത്ത് വിശ്വാസയോഗ്യമായിട്ടാണ് പറയുന്നത്. ചുമ്മാ നമ്മളിൽ ചില നാട്ടിൻപുറത്തെ ചില തത്ത കൈനോട്ടക്കാർ പറയുന്ന കണക്കല്ല. In November, the United States will go to war against Iran. The States will lose this war. ഇപ്പോൾ ഈ ആഗോളതലത്തിൽ ഭൗമരാഷ്ട്രീയ സംഘർഷം ഇങ്ങനെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുക. ആ സമയത്താണ് ഒരു വലിയ പ്രവചനവുമായിട്ട് ഈ ചൈനീസ് പ്രൊഫസർ വരുന്നത്. ഇയാളുടെ പേര് ജിയാങ് സ്യൂക്കിൻ എന്നാണ്. ജിയാങ് സ്യൂക്കിൻ എന്ന് പറഞ്ഞാൽ 2024 ഒരു പ്രഭാഷണം നടത്തുന്നതിനിടയിലാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഇയാൾ പറയുന്ന കാര്യങ്ങൾ വെറുതെ കാലം കൂട്ടി പ്രവചിക്കുന്നില്ല. ഇയാൾ ശരിക്കും പറയാം ഫിലോസഫിയിലും ഹിസ്റ്ററിയിലുമൊക്കെ മാസ്റ്റർ ഡിഗ്രി നേടിയിട്ടുള്ള ഒരാളാണ്. മാത്രമല്ല ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ പരിപാടിയിലൊക്കെ തന്നെ ഇയാളൊരു പ്രധാന അംഗം കൂടിയാണ്. അത്തരം വിദ്യാഭ്യാസപരമായിട്ട് ഒരുപാട് മുന്നിൽ നിൽക്കാം. അപ്പോൾ ഇയാൾ ഭൗമരാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട 3 പ്രവചനങ്ങൾ നടത്തിയെന്നാണ് പറയുന്നത്. ഒരു പ്രവചനം എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപ് ഇലക്ഷനൊക്കെ കഴിഞ്ഞ് ആദ്യത്തെ ടൈം കഴിഞ്ഞപ്പോൾ പിന്നീട് രാഷ്ട്രീയത്തിൽ നിന്ന് അങ്ങ് അസ്തമിച്ചു. പക്ഷേ ഇയാൾ പറഞ്ഞിരുന്നു ആ ഡൊണാൾഡ് ട്രംപ് തിരിച്ചു വരും രാഷ്ട്രീയത്തിലേക്ക്. ഇയാൾ പറഞ്ഞത് ശരിയാണ്, കാലങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നു. പിന്നീടുള്ള ഒരു പ്രവചനം എന്ന് പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് വീണ്ടും അമേരിക്കയുടെ പ്രസിഡന്റ് ആകും. അന്ന് ആളുകൾ കളിയാക്കി, കാരണം ഇനി ഒരിക്കൽ കൂടി ട്രംപിന് അമേരിക്കയുടെ പ്രസിഡന്റ് ആകാൻ പറ്റില്ല എന്നാണ്. പക്ഷേ ഇവിടെ പ്രസിഡന്റായി. മൂന്നാമത്തെ പ്രവചനമാണ് വളരെ നിർണായകം. അതായത് നിലവിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യവും അമേരിക്കയും തമ്മിൽ സൈനികപരമായി ചില ഏറ്റുമുട്ടലുണ്ടാകും. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 40 വർഷത്തിലധികമായിട്ട് ഇറാൻ അമേരിക്കയെ ശത്രുവായിട്ട് കാണുന്നതാണ്. അതുകൊണ്ട് ഇത്തരത്തിലൊരു യുദ്ധം പ്രശ്നമുണ്ടായാൽ അതൊരു വലിയ യുദ്ധമായിട്ട് പരിഗണിക്കും. ആ യുദ്ധം ഒടുവിൽ അമേരിക്കയുടെ അല്ലെങ്കിൽ ട്രംപിന്റെ പരാജയത്തിന് കാരണമാകും. United States will go to war against Iran. States will lose this war. സത്യത്തിൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന വാർത്ത അനുസരിച്ച് ഇസ്രായേലും അമേരിക്കയും വളരെയധികം മുന്നിലാണ്, ഇറാൻ പിന്നിലാണ്. പക്ഷേ അങ്ങനെയല്ല. ഇറാൻ തിരിച്ചടി തുടങ്ങിയതോടുകൂടിയാണ് ഈ പറഞ്ഞ ജിയാങ് സ്യൂക്കിൻ്റെ ഈ പ്രവചനങ്ങൾ ശരിയായി വരുന്നുണ്ടോ എന്ന് സംശയം തോന്നുന്നത്. അതിനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ആദ്യത്തെ 2 പ്രവചനങ്ങളും ശരിയായി വന്നല്ലോ. ഈ 2 പ്രവചനങ്ങളും ശരിയായതെന്ന് പറയുന്നത് ഇയാൾ ചരിത്രപരമായ പാറ്റേൺ എടുത്തിട്ടാണ്. ഒപ്പം തന്നെ ജിയോ പൊളിറ്റിക്സിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ വിശകലനം ചെയ്യുന്നു. കൂടാതെ ഇയാൾ പ്രിഡിക്റ്റീവ് ഹിസ്റ്ററി എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രവചന സിദ്ധാന്തവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കൂടാതെ ഇയാൾക്ക് സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട്. 1.5 ലക്ഷത്തോളം ആളുകളുള്ള ഒരു യൂട്യൂബ് ചാനൽ, പ്രിഡിക്റ്റീവ് ഹിസ്റ്ററി എന്നാണ് ഈ ലോക ശ്രദ്ധ ആകർഷിക്കുന്ന യൂട്യൂബ് ചാനൽ ഉള്ളത്. ഇതിലാണ് ഇയാൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ ലോകം മുഴുവൻ ശ്രദ്ധിച്ചു. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബാബ വാങ്കെ, നോസ്ട്രഡാമസ് എന്നിവരൊക്കെ തന്നെ ഇത്തരത്തിൽ പ്രവചനം നടത്തുന്ന അവരുടെ പ്രവചനത്തിന് സമാനമായിട്ടുള്ള പ്രവചനമാണിതെങ്കിലും ഇയാളുടെ പാറ്റേൺ എന്ന് പറയുന്നത് ചരിത്രവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഈ ചരിത്രത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, പെലോപ്പൊനേഷ്യൻ യുദ്ധം എന്ന് പറഞ്ഞിട്ട് ഏതൻസും സ്പാർട്ടക്കും തമ്മിലൊരു യുദ്ധമുണ്ടായി. അതിൽ ഈ ഏതൻസ് വിജയിക്കുമെന്നാണ് ഉറപ്പായിട്ടും കരുതി. അതിനുള്ള എല്ലാ സാഹചര്യമുണ്ട് സൈനിക നടപടിയുടെ. പക്ഷേ വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു വഴിത്തിരിവായിട്ട് ഏതൻസ് ആ യുദ്ധത്തിൽ അങ്ങ് പരാജയപ്പെടുകയാണ്. ഇതേ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. ഇതേ പ്രവചിച്ചില്ല. ആ ഒരു യുദ്ധവുമായിട്ടാണ് ഇതിനെ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ നോക്കുമ്പം അമേരിക്ക വലിയ മുന്നേറ്റമൊക്കെ നടത്തുന്നു എന്ന് പറയുമെങ്കിലും ഇറാൻ അങ്ങോട്ടേക്ക് തിരിച്ചടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇതിനെ തോൽപ്പിക്കും? ഇതിന് ഇയാളൊരു ഉദാഹരണം പറയുന്നുണ്ട്. എന്താ അറിയാം, ഇപ്പം ഇറാൻ നടത്തുന്ന യുദ്ധം എന്ന് പറയുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കെതിരെയാണ്.
അത് ഇയാൾ പറഞ്ഞ അടിസ്ഥാനത്തിൽ കറക്റ്റാ. കാരണം ഇറാൻ ഇപ്പൊ യുദ്ധം ചെയ്യുമ്പോൾ എണ്ണ വ്യാപാരം സമ്പദ് വ്യവസ്ഥ തകർന്നില്ലേ, പറയുന്നത് കറക്റ്റാണ്. അപ്പൊ ആഗോള സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന രീതിയിലൊരു യുദ്ധമുണ്ട്. അതുകൊണ്ട് തന്നെ US സാമ്രാജ്യത്തെ ദുർബലപ്പെടുത്തുന്ന രീതിയിലാണ് ഇത് പോകുന്നത്. അതാണ് US ആയുധം തീർന്നു, പണം തീരുന്നു. അപ്പോൾ ഇയാൾ പറയുന്നതൊക്കെ ശരിയായിട്ട് വരുന്നു. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഈ നശിപ്പിക്കാനുള്ളതിനെയൊക്കെ നശിപ്പിച്ച് തീർക്കാനായിട്ട് ഒരു ഭരണാധികാരി, ട്രംപിന്റെ അവസ്ഥ ആലോചിച്ച് നോക്ക്. ട്രംപ് ആ രാജ്യത്ത് തന്നെ ശത്രുവായിട്ട് മാറിയില്ല. മാത്രമല്ല ഈ US രാജ്യങ്ങളെ ആക്രമിക്കുന്നതിലൂടെ, ഇപ്പം GCC രാജ്യങ്ങളിലൊക്കെ തന്നെ അമേരിക്കയ്ക്ക് താവളങ്ങളുണ്ട്, ആ രാജ്യങ്ങളെ ആക്രമിക്കുന്നതിലൂടെ ആ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കും. അപ്പൊ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ എണ്ണ കച്ചവടം, ഇവിടുത്തെ എണ്ണ എല്ലാത്തിനും. അപ്പൊ ഈ ജിയാങ് ഷ്യൂക്കി എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ട്രംപ് തന്നെ പേടിക്കുന്നു, ഇയാൾ പറയുന്ന പോലെ എങ്ങനെ കാര്യങ്ങൾ നടക്കുമോ, അങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇപ്പൊ സൗദി അറേബ്യയിൽ അവിടെ മൊത്തം കടലിലെ വെള്ളം ശുദ്ധീകരിച്ചിട്ടാണ് കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്നത്. ഈ കുടിവെള്ള ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന വലിയ ജലശുദ്ധീകരണ ടാങ്കുണ്ട്, ഇതിനെ ഇറാൻ ആക്രമിക്കുമെന്ന് പറയുന്നത്. അങ്ങനെ ഇറാൻ ആക്രമിച്ചാൽ 10 ദശലക്ഷം ആളുകളാണ് റിയാദിലുള്ളത്, അതായത് ഈ പറയുന്ന സൗദി അറേബ്യയുടെ തലസ്ഥാനം. ഈ റിയാദിൽ ആ സ്ഥാനം അങ്ങ് നശിച്ചു കഴിഞ്ഞാൽ 2 ആഴ്ചക്കുള്ളിൽ പിന്നെ ജനങ്ങൾ തീർന്നു, അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇയാളുടെ പ്രവചനങ്ങൾ ശരിയായിട്ട് വരുന്നു. പിന്നെ അടുത്ത പറയുന്നത് അമേരിക്കൻ മിലിറ്ററി കൺഫെഡറേഷൻ വിത്ത് ഇറാൻ. അമേരിക്കൻ ആർമിയുമായിട്ട് ഇവരൊരു കൺഫെഡറേഷനിൽ വന്നു കഴിഞ്ഞാൽ അത് വലിയ വിനാശകരമായി മാറുന്ന അമേരിക്കയ്ക്ക് തന്നെയാണ്. അപ്പോൾ പ്രവചനങ്ങളെക്കുറിച്ച് വളരെ പേടിച്ചിട്ടാണ് ഇവർ കരുതുന്നത്. മാത്രമല്ല ഈ പ്രത്യാക്രമണം എന്ന് പറയുന്നത് അമേരിക്ക പ്രതീക്ഷിച്ച പോലെയല്ല, വളരെ കൃത്യമായിട്ട് ഇവർക്ക് എവിടുന്നാണ് ഈ മിസൈല്, അതാണ് തുരങ്കത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന മിസൈൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇറാനെ പോയി ചൊറിയരുത്, ഇടികിട്ടുമെന്ന് പറയുന്നത്. അപ്പോൾ ഇസ്രയേലും അമേരിക്കയും തമ്മിൽ 2025 ഈ പറയുന്ന ഇറാനെ ആക്രമിച്ചു എന്ന് പറയാൻ കൃത്യമായി പറയാം 2025 ജൂണിൽ. ആ സമയത്ത് ഇസ്രയേലിന്റെ ശക്തി എന്താണ്, അമേരിക്കയുടെ ശക്തി എന്താണെന്ന് ഇറാൻ തിരിച്ചറിഞ്ഞു. ഫോർദോ മറ്റേ 2 ആണവ, മനസ്സിലായിരുന്നു, ഈ ആണവ കേന്ദ്രങ്ങൾ ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ ആ മേഖലയിലേക്ക് അമേരിക്ക ആക്രമണം നടത്തി. എന്നിട്ട് എന്താ പറഞ്ഞത്, ഞങ്ങൾ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇട്ടു, ബങ്കർ ബസ്റ്റർ മിസൈൽ ഇട്ടിട്ട് ആണവ കേന്ദ്രങ്ങളെ തകർത്തു. പക്ഷെ ഇപ്പോഴും ആണവ കേന്ദ്രം അവിടെ തകർന്നിട്ടില്ല. അപ്പൊ ഈ പറയുന്ന ജിയാങ് സ്യൂക്കിന്റെ പ്രവചനം വീണ്ടും ശരിയായി വരികയാണ്. എന്ന് പറഞ്ഞാൽ ഈ ബങ്കർ ബസ്റ്റർ മിസൈൽ ഉപയോഗിച്ചിട്ട് പോലും ഇവരെ തകർക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ അവരുടെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് ഇറാൻ കണക്കൂട്ടലൊക്കെ തെറ്റുന്നു. ഇറാന് കൃത്യമായിട്ട് മനസ്സിലായി ഇവരുടെ ശക്തി എത്രയാ, ഇവരുടെ ദൗർബല്യം എത്രയാ. അപ്പൊ കഴിഞ്ഞ 8 മാസം കൊണ്ട് ഇറാൻ അമേരിക്കയെ പഠിക്കുകയായിരുന്നു, ഇറാൻ ഇസ്രായേലിനെ പഠിക്കണം. ഇവർ വിചാരിച്ചില്ല ഇവരെ ഇപ്പൊ ഈ പറയുന്ന പരമോന്നത നേതാവിനെ തീർക്കുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ അമേരിക്ക ഇറാനെ ആക്രമിക്കുമെന്നറിയാം. കഴിഞ്ഞ 2 പതിറ്റാണ്ടായിട്ട് ഇറാൻ കാത്തിരിക്കുന്ന യുദ്ധം അമേരിക്ക ഞങ്ങളെ കയറി അടിക്കുമെന്ന്. അപ്പോൾ 20 വർഷമായിട്ട് ഇറാൻ ഇതിനെ നോക്കിയിരിക്കുന്നു. അതുകൊണ്ട് അതിനുള്ള തയ്യാറെടുപ്പെല്ലാം നടത്തി. അതാണ് ഇപ്പോൾ ഇയാൾ പറയുന്നതിനകത്ത് നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ ഈ 2 പ്രവചനങ്ങൾ ശരിയായി. ട്രംപിൻ്റെ കാര്യം രാഷ്ട്രീയത്തിലേക്ക് വന്നു, ട്രംപ് പ്രസിഡൻ്റായി. അപ്പോൾ 3ാമത്തെ തവണ ട്രംപ് പരാജയപ്പെടും. അപ്പോൾ ഇറാനുമായിട്ടുള്ള യുദ്ധം പെട്ടെന്ന് തീരില്ല, ഇതിനി വളരെ കാലം നീണ്ടു നിൽക്കും. ഈ യുദ്ധത്തിൽ ലോകരാജ്യങ്ങൾ പക്ഷം പിടിക്കും. അതാണ് ഇപ്പോൾ സൈപ്രസിനെ സംരക്ഷിക്കാനായിട്ട് ഫ്രാൻസും ബ്രിട്ടനും ജർമ്മനിയൊക്കെ വരുന്നു. അപ്പോൾ അവിടെ ഒരു സംരക്ഷണം ഒരുക്കുന്നു. ഇവിടെ GCC രാജ്യങ്ങൾ വരുന്നു, പാകിസ്ഥാൻ പ്രശ്നം ഉണ്ടാക്കുന്നു, ശ്രീലങ്ക അതിനകത്തേക്ക് ഇൻവോൾവ് ആയി, ഇന്ത്യൻ നേവി അവിടേക്ക് വരുന്നു. അങ്ങനെ ലോകരാജ്യങ്ങളെല്ലാം ഇതിനകത്ത് ഇടപെടുമ്പോൾ ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ പ്രശ്നം ഉണ്ടാകും. അപ്പോൾ ലോകരാജ്യങ്ങൾ അമേരിക്കയ്ക്കെതിരെ തിരിയും. നിങ്ങൾ ഒറ്റ ഒരാളാണ് ഈ യുദ്ധത്തിന് കാരണം. ലോകത്ത് എണ്ണ വില കൂടി, അങ്ങനെ ഈ സാധനങ്ങൾക്കെല്ലാം വില കൂടി. അപ്പോൾ ഇതിനകത്ത് പറയാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്, ഈ സയൻസ് ഫിക്ഷനൊക്കെ എഴുതുന്ന ഐസക് അസിമോവ് എന്ന് പറയുന്ന ആളുടെ സൈക്കോ ഹിസ്റ്ററി എന്ന ആശയത്തെ അവലംബിച്ചുകൊണ്ടാണ് ഇയാൾ ഈ പ്രിഡക്റ്റീവ് ഹിസ്റ്ററി എന്ന് പറയുന്ന ചാനൽ മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഇയാൾ ഈ പ്രിഡക്റ്റീവ് ഹിസ്റ്ററിയുമായിട്ട് പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും ചരിത്രപരമായ പാറ്റേണുകൾ ഉപയോഗിച്ചും ജിയോ പൊളിറ്റിക്സ് ഉപയോഗിച്ചും ഗെയിം തിയറി ഉപയോഗിച്ചുമാണ് വിശകലനം ചെയ്യുന്നത്. പണ്ട് ഇങ്ങനെ സംഭവിച്ചു, അതിന് സമാനമായ കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നു, അതുകൊണ്ട് നിങ്ങൾ തോൽക്കും, അങ്ങനെ പറയുന്നത്. അപ്പോൾ ഏതൻസ് വിജയിക്കുമെന്ന് ഉറപ്പാണ്. കാരണം സ്പാർട്ടക് എന്ന് പറയുന്ന രാജ്യം ഒരു കാരണവശാലും മുന്നേറില്ല, അതുകൊണ്ട് ഉറപ്പായിട്ടും വിജയിക്കും. സൈനിക നടപടിയായിട്ട് മുന്നേറുന്നു, പക്ഷേ ഏതൻസ് തോറ്റു. ഇവിടെയും അമേരിക്ക ലോകത്തിലെ വമ്പൻ ശക്തിയാണ്, അവർ സൈനിക നടപടിയായിട്ട് പോകുന്നു, ഇറാൻ തോറ്റുപോകും. പക്ഷേ അവിടെ സംഭവിക്കില്ല. കഴിഞ്ഞ 8 മാസമായിട്ട് ഇറാൻ അമേരിക്കയുടെ ശക്തിയും ദൗർബല്യവും പഠിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ തോറ്റുപോകും. ഇറാൻ്റെ ഒരു സമ്പൂർണ്ണ ആധിപത്യം
മുന്നോട്ട് വെക്കുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് പ്രതിരോധിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇയാളൊരു വെറും സാധാരണക്കാരനല്ല. ജിയോങ് സീക്വൻ എന്ന് പറയുന്നത് കഴിഞ്ഞ 10-20 വർഷമായിട്ട് ചൈനയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വൈസ് പ്രിൻസിപ്പാളായിട്ടും സേവനം അനുഷ്ഠിക്കുന്നു. എല്ലാ കാര്യങ്ങളും അവിടുത്തെ സർക്കാർ ഇയാളെ അവിടുത്തെ വിദ്യാഭ്യാസ പരിഷ്കരണ സമിതിയിൽ ഉൾപ്പെടുത്തുന്നു. കൂടാതെ 2024 മുതൽ ഇയാൾ ഇത്തരത്തിലുള്ള ചില പ്രവചനങ്ങൾ നടത്തും. എല്ലാ പ്രവചനമൊന്നും ഇയാൾ നടത്തത്തില്ല. ഇയാൾ വളരെ കറക്റ്റായിട്ട് ഭാവിയുമായി ബന്ധപ്പെട്ട സാധനങ്ങളാണ്, ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഇത്തരം ഒരു പ്രൊഫസർ ഈ യുദ്ധത്തിൽ ചരിത്രപരമായ സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ഇറാൻ്റെ മുമ്പിൽ അമേരിക്ക തോൽക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ ജിയാങ് സ്യൂക്കിനെ ഭയന്ന് ട്രംപ് ഓടുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പ്രവചനക്കാരെ നമുക്ക് തള്ളിപ്പറയാൻ പറ്റുമോ? അല്ല, പ്രവചനക്കാരെ തള്ളിപ്പറയാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ പല പ്രവചനങ്ങളും ശരിയാവുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതിനകത്ത് വേറെ കാര്യമുണ്ട്. ഇറാൻ ജയിക്കും എന്ന് പറഞ്ഞാൽ ഇറാൻ എന്ന് പറഞ്ഞാൽ തോറ്റു കിടക്കുന്ന ഒരു രാജ്യമാണ്. അതെ, അവർക്ക് സാമ്പത്തികമായിട്ട് അവർ ഒന്നാമതല്ല, ഒരു രീതിയിലും ഒന്നാമതല്ല, ഒന്നുമില്ല. അവർക്കിടെ ചിന്തയും അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ജീവിക്കേണ്ട, ഇവിടെ അവരുടെ രാജ്യത്തുള്ള ആൾക്കാരെയും ഈ ലോകത്തുള്ള ആൾക്കാരെയും അവരുടെ ഡെക്കറോ അനുസരിച്ച്, അതായത് ദൈവരാജ്യം ഉണ്ടാക്കിയിട്ട് ആ ദൈവരാജ്യം സൃഷ്ടിച്ചു കൊടുക്കുന്നവന് കിട്ടുന്ന സ്വർഗ്ഗലോകത്ത് ജീവിക്കുന്ന മാനസികാവസ്ഥ ഉള്ളവരാണ്. പക്ഷെ അമേരിക്ക അതല്ല, ഇന്ത്യ അതല്ല, മറ്റു രാജ്യങ്ങൾ അതല്ല. അപ്പൊ അവൻ എങ്ങനെയായാലും കാച്ചണം പൂച്ചണം അടിച്ചാലും ഈ രീതിയിലായാലും ജയിച്ചാലും തോറ്റാലും ദൈവം അവനെ അനുഗ്രഹിക്കും, അവൻ്റെ ചിന്ത അനുസരിച്ച്. അപ്പം ഈ പറഞ്ഞ പ്രവചനം അനുസരിച്ച് ഈ അമേരിക്കയ്ക്ക് സാമ്പത്തികം വേണം നിൽക്കണമെങ്കിൽ. സാമ്പത്തിക സംവിധാനം GCC രാജ്യങ്ങളിൽ തകരുമ്പോൾ അമേരിക്കയുടെ തകരും. അപ്പം സാമ്പത്തികം തകർന്നു കഴിഞ്ഞാൽ ലോകം തകരും. ഇത്രയും ഹൈപ്പായിട്ട് നിൽക്കുന്ന ഒരു രാജ്യത്തിന് സമ്പത്തില്ലെങ്കിൽ പിടിച്ചു വയ്ക്കാൻ പറ്റത്തില്ല. അതേസമയം ഇവൻ എല്ലാ രീതിയിലും ജീവിക്കാൻ പഠിച്ചിട്ടുണ്ട്, പട്ടിണി കിടന്നും ജീവിക്കാൻ പഠിച്ചു. എത്രയോ കാലം കൊണ്ട് ഉപരോധം കിടക്കുമോ, അവൻ എത്രയോ കാലം കൊണ്ട് അവന് കിട്ടുന്ന കാശ് മൊത്തം ഈ പറയുന്ന ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ഹൂത്തിക്കും അവിടുത്തെ മിസൈൽ മേടിക്കുന്നതിനും നോക്കിയിട്ട് അവിടുത്തെ ആൾക്കാരെ പട്ടിണി കിട്ടില്ലേ അവൻ ഇപ്പോഴും വളർത്തുന്നത്. ഇതിനകത്ത് ഇയാൾ ഈ കാര്യം കൂടെ പറയുന്നുണ്ട്. അതായത് ഇറാൻ ചെലവും വളർത്തിയ ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തികൾ ഇനി അമേരിക്കയ്ക്ക് നേരെ വരുമെന്ന് പറയുന്നു. അപ്പൊ എത്ര വർഷം, 2 വർഷം മുമ്പ് പറഞ്ഞതാ അമേരിക്കയെ ആക്രമിച്ചത്. ശരിയാണ്. ഇപ്പൊ കാരണം ഇപ്പൊ പല രാജ്യങ്ങളും, ഇപ്പൊ ഇറാഖിൽ നിന്ന് കുർദുകൾ വരുന്നു, ഷിയ വിഭാഗക്കാർ വരുന്നു, യമനിൽ നിന്ന് ഈ ഹൂത്തികൾ വരുന്നു, മറ്റടുത്ത് ഹമാസ് വരുന്നു. അപ്പൊ ഇയാളുടെ പ്രവചനം വീണ്ടും ശരിയാകാം. അപ്പൊ നോസ്ട്രഡാമസ്, ബാബ വാങ്കെ തുടങ്ങിയ പ്രവാചകരുടെ പല കാര്യങ്ങൾ അത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യും, വൈറലായി മാറും. അതിന് സമാനമായിട്ടാണ് ചൈനയിലെ പ്രൊഫസറായിട്ടുള്ള ജിയാങ് സ്യൂക്കിൻ്റെ പ്രവചനം ഇപ്പോൾ ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നത്. ലോകത്തെ വിവിധ മാധ്യമങ്ങൾ അത് വളരെ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഡൊണാൾഡ് ട്രംപ് ഇതറിഞ്ഞിട്ട് ഭയപ്പെട്ടു തുടങ്ങിയെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. ഭയപ്പെടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, നല്ല ഭയപ്പെട്ടു പോകുമല്ലോ. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.